നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. 2 ദിവസങ്ങളിലായി പുഴയിലൂടെ ഒഴുകിയെത്തിയത് 48 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും. പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കി. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ചു. പട്ടാമ്പിപ്പാലം ഉടൻ തുറക്കില്ല. പാലത്തിൽ സുരക്ഷാ പരിശോധന ആവശ്യമെന്ന് മുഹമ്മദ് മോസിൻ MLA. പാലത്തിനപ്പുറം റോഡും തകർന്ന അവസ്ഥയിൽ. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സുരക്ഷാ സംഘത്തെ നിയോഗിക്കാൻ മണ്ണാർക്കാട് നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിക്കും. എല്ലാ വിഭാഗങ്ങളോടും തയ്യാറായിരിക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പാലം താലൂക്ക് പരിധിയിൽ പെയ്തത് അതിതീവ്ര മഴ. 9 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കുന്തിപ്പുഴ ഗതിമാറി ഒഴുകി. വെളിനഴി, തൂത, കാറൽമണ്ണ പ്രദേശങ്ങളിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥി നൌഷാദ് ബാബു 75 വോട്ടിന് വിജയിച്ചു. പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടി UDF. വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്തെ ചാലിയാർ പുഴയിൽ തിരച്ചിൽ വ്യാപകമാക്കി. ചൊവ്വാഴ്ച മാത്രം 32 മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹങ്ങൾ വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച 16 മൃതദേഹങ്ങൾ കൂടി ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചു. വയനാട് ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിൽ വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. നിലമ്പൂർ, മുണ്ടേരി, ചുങ്കത്തറ, പോത്തുകല്ല് എന്നിവിടങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച മാത്രം 32 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 32 മൃതദേഹങ്ങൾ കൂടാതെ 25 ശരീരഭാഗങ്ങളും കണ്ടെത്തി. എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്, NDRF സംഘം, പ്രാദേശിക രക്ഷാപ്രവർത്തകർ, ചാലിയാർ പുഴയുടെ തീരദേശങ്ങളിലെ നാട്ടുകാർ തുടങ്ങിയവർ ചേർന്നാണ് പുഴയിൽ അടിഞ്ഞ മൃതദേഹങ്ങൾ കരക്കെത്തിച്ചത്. ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. 2 നില പേവാർഡുകളിലായി മൃതദേഹങ്ങൾ കിടത്തി. മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ 50-ലധികം ഫ്രീസറുകൾ വിവിധയിടങ്ങളിൽ നിന്നായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. മൃതദേഹങ്ങൾ വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. രാത്രിയിലും ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നു. ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V. അബ്ദുറഹ്മാനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അത് നടക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ മരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവും. ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ. ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും, കോഴിക്കോട് നിന്നുള്ള ടീം, തൃശ്ശൂർ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടി ബോഡികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. MLA PV അൻവർ, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. MLA മാരായ PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ, PK ബഷീർ, KK ആബിദ് ഹുസൈൻ തങ്ങൾ, P. അബ്ദുൽ ഹമീദ് തുടങ്ങിയ ജനപ്രതിനിധികൾ നിലമ്പൂരിൽ സന്ദർശിച്ചു. ചാലിയാറിൻ്റെ ഉദ്ഭവസ്ഥാനമാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ. ഇവിടെ നിന്നും 38 കിലോമീറ്റർ ഒഴുകിയാണ് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയുടെ നിലമ്പൂർ ഭാഗങ്ങളിലെത്തിയത്. ചൊവ്വാഴ്ച പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ 32 മൃതദേഹങ്ങളും 25 ശരീരഭാഗങ്ങളും ബുധനാഴ്ച ഉച്ചയോടെ വയനാട് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. ബന്ധുക്കൾക്ക് തിരിച്ചറിയുന്നതിനാണ് മൃതദേഹങ്ങൾ മേപ്പാടിയിലേക്ക് കൊണ്ടുപോയത്. ബുധനാഴ്ചയും ചാലിയാർ പുഴയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തി. ബുധനാഴ്ച 16 മൃതദേഹങ്ങളും 16 ശരീരഭാഗങ്ങളും കണ്ടെത്തി. കുത്തിയൊലിക്കുന്ന പുഴയിൽ ഏറെ സാഹസപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ച പട്ടാമ്പിപ്പാലം ഉടൻ തുറക്കില്ല. പാലത്തിന്റെ സുരക്ഷ ഉൾപ്പെടെ പരിശോധിച്ച് കൈവരികൾ പുനഃസ്ഥാപിച്ച ശേഷമേ പാലം തുറക്കാനാകൂ എന്ന് മുഹമ്മദ് മോസിൻ MLA. ജലനിരപ്പ് താഴ്ന്നതിനു ശേഷം പാലത്തിന്റെ ബലക്ഷയം വിശദമായി പരിശോധിക്കും.
കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ പട്ടാമ്പി പാലത്തിന് മുകളിലേക്ക് കയറിയ വെള്ളം 24 മണിക്കൂറിന് ശേഷമാണ് ഇറങ്ങിയത്. വെള്ളം ഇറങ്ങിയതിനൊപ്പം പാലത്തിന്റെ തകർച്ചയുടെ നിറചിത്രങ്ങളും പുറത്തുവന്നു. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും തകർന്ന സ്ഥിതിയിലാണ്. തൃത്താല ഭാഗത്ത് അവസാനിക്കുന്ന പാലത്തിനോട് ചേർന്ന റോഡും തകർന്നിട്ടുണ്ട്. പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാനുണ്ട്. ഇതിനുശേഷമേ പാലത്തിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയുമെല്ലാം അനുവദിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. രാവിലെ മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പാലം സന്ദർശിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ 3 തവണയാണ് പാലം വെള്ളത്തിൽ മുങ്ങുന്നത്. 2019 കൈവരികൾ പുനഃസ്ഥാപിച്ചതാണ്. ഈ കൈവരികളാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ പാലം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗത യോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല. ഷൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിൻ്റെ ഷൊർണൂരിലുള്ള നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ടെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കുറേ ഇരുമ്പും അതിൻ്റെ കുറേ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് നല്ല ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ സ്ട്രെങ്ത് ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കാൻ താൽക്കാലികമായിട്ടെല്ലാം തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രിഡ്ജ് വിഭാഗം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനം ഇപ്പോൾ AXയും സംഘവും ഇവിടെ വരുന്നുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൈവരി നമുക്ക് 2018 പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ ഇരുമ്പിൻ്റെ കൈവരി വെച്ചത്. 2019 ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പോൾ ഏതാണ്ട് വലിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും ഇതൊക്കെ അടിഞ്ഞ് അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുനഃസ്ഥാപിക്കണം. കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക. MLAയ്ക്ക് പിറകെ പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥരും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും പാലത്തിന് മുകളിൽ പ്രാഥമിക പരിശോധന നടത്തി. ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പാലത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഇതിന് സമയമെടുക്കും. അതുവരെ പാലത്തിലൂടെ ഗതാഗതമോ കാൽനടയാത്രയോ അനുവദിക്കില്ല. പാലത്തിന് മുകളിൽ വലിയ തോതിൽ മാലിന്യങ്ങളും വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യാനുണ്ട്. തൃത്താല ഞാങ്ങാട്ടിരി ഭാഗത്തെ പാലത്തിന് സമീപം റോഡ് തകർച്ചയും വലിയ രീതിയിലാണ്. ഇതും നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പാലം താലൂക്ക് പരിധിയിൽ അതിതീവ്ര മഴയാണ് പെയ്തിറങ്ങിയത്. താലൂക്ക് പരിധിയിൽ 9 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. 215 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം താലൂക്ക് പരിധിയിൽ പെയ്തിറങ്ങിയത്. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 വരെയുള്ള കണക്കാണിത്. 2019 പ്രളയകാലത്ത് പെയ്ത മഴയുടെ അളവിനേക്കാൾ കൂടുതലാണിത്. 190 മില്ലിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത്. ശക്തമായ മഴയിൽ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. താലൂക്ക് പരിധിയിൽ 9 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. ഷൊർണൂർ, അമ്പലപ്പാറ, വാണിയംകുളം, ശ്രീകൃഷ്ണപുരം എന്നിവിടങ്ങളിൽ ഓരോ വീടുകളും, ലക്കിടിയിൽ 3 വീടുകളും ഭാഗികമായി തകർന്നു. ഇതിനു പുറമെ തൃക്കടിരിയിൽ വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കുറ്റിക്കോട് പനംകുരിശിയിൽ രാധാകൃഷ്ണന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. വിവിധയിടങ്ങളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു. ബുധനാഴ്ച മഴ ശക്തി കുറഞ്ഞതോടെ വെള്ളത്തിന്റെ അളവ് കുറയുകയും ക്യാമ്പുകളിലുള്ള മിക്കവരും വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. കുന്തിപ്പുഴ കരകവിഞ്ഞ് വെള്ളിനഴി, തൂത, കാറൽമണ്ണ പ്രദേശങ്ങളിൽ ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം. പുഴ ഗതിമാറി ഒഴുകിയാണ് നാശനഷ്ടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കുന്തിപ്പുഴ ഗതിമാറി ഒഴുകിയാണ് വെള്ളിനഴിയിലും തൂതയിലും കാറൽമണ്ണയിലും ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായത്. വെള്ളിനഴിയിൽ കുണ്ടൻതോടും പുഴയും ഒന്നായി. പുഴയോരത്തും കുണ്ടൻതോട് പരിസരത്തുമായി 50 ഏക്കറോളം സ്ഥലത്തെ നേന്ത്രവാഴയും ചേനയും വെള്ളത്തിൽ മുങ്ങി. ഓണവിപണി ലക്ഷ്യമിട്ട് ഇറക്കിയ കൃഷിയാണ് നശിച്ചത്. പറക്കുന്ന വട്ടോളി സന്തോഷ്, പൊതുവാട്ടിൽ ബാലഗോപാലൻ, തങ്കൻ വട്ടോളി എന്നിവർ ഇറക്കിയ കൃഷിയാണ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. ഈ 3 പേരുടെ വീടുകളിലും വെള്ളം കയറി. ഇവർ അടുത്ത വീടുകളിലേക്ക് മാറി താമസിച്ചു. മാരായമംഗലം കമ്പന്തൊടി ഭാഗത്തും പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൃഷിനാശമുണ്ടായി. വാഴ, ചേന, മരച്ചീനി തുടങ്ങിയ വിളകളാണ് നശിച്ചത്. കാറൽമണ്ണ, കാളിക്കടവ് ഭാഗത്തും കൃഷിനാശം സംഭവിച്ചു. ചുണ്ടയിൽ വിനോദിൻ്റെ 500-ലേറെ തെങ്ങിൻ തൈകൾ നശിച്ചു. പനങ്കയം, കരിങ്കരപ്പാടം എന്നിവിടങ്ങളിലും പുഴവെള്ളം കയറി കൃഷിനാശമുണ്ടായിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സുരക്ഷാ സംഘത്തെ നിയോഗിക്കാൻ മണ്ണാർക്കാട് നഗരസഭയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കാനും തീരുമാനമായി. അഗ്നിരക്ഷാസേന, പോലീസ്, ആരോഗ്യം, വനം, റവന്യൂ, പൊതുമരാമത്ത്, സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ അടങ്ങുന്ന സംഘത്തെയാണ് നിയോഗിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തിപ്പിക്കും.
അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ മരം വെട്ടിമാറ്റാനുള്ള ആയുധങ്ങൾ, മണ്ണുമാന്തി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ആംബുലൻസ് എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും. ഇത്തരം സംവിധാനങ്ങളുള്ളവരുടെ ഫോൺ നമ്പറുകൾ ശേഖരിക്കുകയും അവരുമായി ആശയവിനിമയം നടത്തി സേവനം ഉറപ്പാക്കുകയും ചെയ്യും. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടൻ മുറിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകും. മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നഗരസഭ മുറിച്ചുമാറ്റും. അപകടങ്ങളുണ്ടായാൽ അറിയിക്കാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുമായി വാട്സാപ്പ് ഗ്രൂപ്പുണ്ടാക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. താലൂക്ക് ആശുപത്രിയും സ്വകാര്യ ആശുപത്രികളിലും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ക്രമീകരണങ്ങൾ വരുത്താൻ യോഗം തീരുമാനിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പരിഗണിക്കുന്ന സ്ഥാപനങ്ങളിൽ ആവശ്യമായ സൗകര്യമുണ്ടോയെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കണം. അത്യാവശ്യ ഫോൺ നമ്പറുകൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനും തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത, കൗൺസിലർമാരായ കെ ബാലകൃഷ്ണൻ, ടി ആർ സെബാസ്റ്റ്യൻ, സി ഷഫീഖ് റഹ്മാൻ, പൊതുപ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. അതേസമയം സംസ്ഥാനത്ത് മഴ തുടരും. അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതും അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത 2 ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുള്ളതുമാണ് മഴ മുന്നറിയിപ്പിന് കാരണം. അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ആഗസ്റ്റ് 2-ാം തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 2-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നൌഷാദ് ബാബു വിജയിച്ചു. 75 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. ഇതോടെ പഞ്ചായത്തിൽ UDFന് ഭൂരിപക്ഷമായി. ആവേശവിജയം സമ്മാനിച്ച തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ CPM അംഗമായിരുന്ന PC ജോസ് മരിച്ച ഒഴിവിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. 1073 പേർ വോട്ട് ചെയ്തതിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ നൌഷാദ് ബാബു 496 വോട്ട് നേടി വിജയിച്ചു. CPM സ്ഥാനാർത്ഥിയായ PR സന്തോഷ് 421 വോട്ട് നേടി. CPIയിൽ നിന്ന് രാജിവെച്ച് BJPയിലെത്തി മത്സരിച്ച ജോർജ് തച്ചമ്പാറയ്ക്ക് 156 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. ഇതോടെ തച്ചമ്പാറ പഞ്ചായത്ത് ഭരണസമിതിയിൽ UDFന് ആധിപത്യമുറപ്പായി. 15-അംഗ ഭരണസമിതിയിൽ UDFന് 8-ഉം LDFന് 6-ഉം സീറ്റാണുള്ളത്. 4-ാം വാർഡ് CPI അംഗമായിരുന്ന ജോർജ് തച്ചമ്പാറ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. 2 മാസക്കാലം തനിക്കൊപ്പം പ്രവർത്തിച്ച പ്രവർത്തകരുടെ വിജയമാണിതെന്നും BJPയിൽ നിന്ന് രാജിവെച്ച് CPMലെത്തിയ സ്ഥാനാർത്ഥിയോടും BJPയിലെത്തിയ ജോർജിനോടും വിജയം കൈവരിക്കാനായെന്ന് വിജയിച്ച നൌഷാദ് ബാബു പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളില്ലെന്നും UDF അറിയിച്ചു. ഈ വിജയം തീർത്തും 5-ാം വാർഡിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് അവരുടെ പാദങ്ങൾ ബിംബങ്ങളാൽ നമിക്കുകയാണ് ഈ വിജയം എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ വിജയത്തിന് പിന്നിൽ 2 മാസക്കാലം പ്രവർത്തിച്ച UDFൻ്റെ പ്രവർത്തകരെയും UDFൻ്റെ നേതാക്കന്മാരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി രേഖപ്പെടുത്താനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ 3-ാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തതുപോലെ ഒരു സഹോദരനായി, ഒരു അനിയനായി, ഒരു മകനായി, ഒരു വാർഡ് മെമ്പറായി 5-ാം വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകാനും കൂടി BJPയിൽ നിന്ന് വന്ന 2 പേരെയും കുത്തികയായി വെച്ച 20 വർഷക്കാലമായി LDFന്റെ കുത്തികയായിരുന്ന വാർഡാണ് ഇന്ന് UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ധാർമ്മികത ഉണ്ടെങ്കിൽ നിലവിലെ ഇടതുപക്ഷ ഭരണസമിതി രാജിവെക്കണമെന്ന് കോൺഗ്രസ് തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തച്ചമ്പാറ പറഞ്ഞു. തച്ചമ്പാറ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5-ാം വാർഡ് മുണ്ടമ്പലത്തിലെ ഇടതുപക്ഷ കോട്ടയായിരുന്ന 5-ാം വാർഡ് UDF പിടിച്ചടക്കിയിരിക്കുകയാണ്. ഈ 20 വർഷത്തിന് ശേഷം 5-ാം വാർഡ് UDF പൊളിയാത്ത ഒരു കോട്ടയുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്.
ഒരു ഭൂരിപക്ഷത്തിൽ ആറ് മെമ്പർമാർ മാത്രമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഇവിടെ നിറവേറ്റണമെന്നും കൂടി ഈ അവസരത്തിൽ പറയുന്നു. ഒരവിശ്വാസത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയിലെ അപകട ഭീഷണിയായി നിൽക്കുന്ന പടുമരങ്ങൾ വെട്ടാൻ നടപടിയായില്ല. വല്ലപ്പുഴ തെങ്ങും വളപ്പിൽ നിൽക്കുന്ന മരങ്ങൾ ഏത് സമയവും വീഴാൻ സാധ്യതയുള്ളതാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പട്ടാമ്പി ചെറുപ്പളശ്ശേരി പാതയിലെ വല്ലപ്പുഴ തെങ്ങും വളപ്പിന് സമീപം റോഡരികിൽ വലിയ പടുമരങ്ങളാണ് നിൽക്കുന്നത്. വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തികളിലായി 30-ലേറെ മരങ്ങൾ അപകട ഭീഷണിയായുണ്ട്. മരങ്ങളുടെ ശിഖരങ്ങളെല്ലാം ഏത് നിമിഷവും പൊട്ടിവീഴാവുന്ന അവസ്ഥയിലാണ്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. എല്ലാ മഴക്കാലത്തും ഇവിടെ മരങ്ങൾ പൊട്ടിവീഴാറുമുണ്ട്. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പുകളെങ്കിലും മുറിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടത്തുകാർ. ഈ സ്ഥലത്താണ് റോഡിന്റെ ഇരുവശങ്ങളിലും വളരെ അപകട സൂചനയായ സാഹചര്യത്തിൽ ഇരുവശങ്ങളിലും മരങ്ങൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ പല സമയങ്ങളിലും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ നാളിതുവരെ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. പല സമയങ്ങളിലും ഇതിന്റെ ശിഖരങ്ങൾ പൊട്ടി വീണ് പല അപകടങ്ങളും ഇവിടെ ചെറുതായ നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ ദുരന്തങ്ങളിൽ നിന്ന് തടനാരിഴക്കാണ് പല സമയങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഇതിന്റെ തൊട്ട് താഴെയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്നത്. ഈ ശിഖരങ്ങൾക്ക് ഭയങ്കര ഭാരമാണ്. അത് പൊട്ടി വൈദ്യുതി ഉള്ള സമയത്ത് കമ്പിയുടെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേക്കും വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നടപടിക്രമങ്ങളുമായി വന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശവാസികളെയും ഇതിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും യാത്രക്കാരെയും രക്ഷിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം അധികാരി. അമ്പലപ്പാറ പഞ്ചായത്തിലെ വേങ്ങശ്ശേരിയിൽ ആനക്കല്ല് ഭാഗത്ത് റോഡ് ആഴത്തിൽ തകർന്ന് ഒലിച്ചുപോയി. ആനക്കല്ല് തോട് കരകവിഞ്ഞാണ് അപ്രോച്ച് റോഡ് തകർന്ന് അപകടാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. ശക്തമായി പെയ്ത മഴയിൽ ആനക്കല്ല് തോട് കരകവിഞ്ഞുള്ള കുത്തൊഴുക്കിലാണ് റോഡ് തകർന്നത്. വേങ്ങശ്ശേരി കള്ളിക്കുന്ന് ഭാഗത്തു നിന്ന് കൊട്ടക്കുന്നിലേക്കുള്ള റോഡ് തകർന്ന് ഒലിച്ചുപോയാണ് അപകടാവസ്ഥ രൂപപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെയാണ് വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ അപ്രോച്ച് റോഡ് ആഴത്തിൽ തകർന്നത്. റോഡ് തടയണയുമായി ചേരുന്ന ഭാഗം വേറിട്ട നിലയിലാണ്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കരിങ്കല്ലിട്ട് പടുത്തുയർത്തിയിരുന്ന ഭാഗമാണ് കല്ലുകളടക്കം ഒഴുകിപ്പോയി റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുള്ളത്. 3 അടിയിലേറെ ആഴത്തിൽ കല്ലും മണ്ണും ഒലിച്ചുപോയി ഈ ഭാഗം വലിയ കുഴിയായി മാറിയിരിക്കുകയാണ്. റോഡിൻ്റെ മറ്റൊരു വശവും തകർന്നിട്ടുണ്ട്. ആനക്കല്ല് തോട് തടയണ വഴി കുറുകെ കിടക്കുന്ന ഭാഗമാണിത്. കള്ളിക്കുന്ന് നിന്ന് കൊട്ടക്കുന്നിലേക്ക് 3 കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണിത്. കള്ളിക്കുന്ന് മുളഞ്ഞൂർ ഭാഗത്തു നിന്നുള്ളവർ മണ്ണൂർ കോങ്ങാട് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന പാതയാണിത്. 2019-ലുണ്ടായ പ്രളയത്തിലും റോഡിന് തകർച്ച സംഭവിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. വ്യാഴാഴ്ച നടക്കുന്ന അടിയന്തര ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതായി വാർഡംഗം PB ധന്യ അറിയിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കള്ളിക്കുന്ന് മുതൽ കൊട്ടക്കുന്ന് വരെ പോകുന്ന റോഡ് മണ്ണൂർ പഞ്ചായത്തിനെയും അമ്പലപ്പാറ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ്. ആ റോഡ് ആനക്കല്ല് ഭാഗത്ത് തോട് ഗതിമാറി ഒഴുകി ഇന്നലെ പെയ്ത മഴയിൽ റോഡ് തകരുകയും അവിടെയുള്ള പൊതുജനങ്ങൾക്ക് ഗതാഗത മാർഗം നിരസിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി പഞ്ചായത്തിലും വില്ലേജിലും ഈ പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് നടപടി ഉണ്ടാവണമെന്ന് എല്ലാ അധികൃതരോടും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയിലെ അംഗൻവാടി സെലക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തർക്കം. നിലവിലുള്ളത് റദ്ദാക്കിയ കമ്മിറ്റിയാണെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ. അതേക്കുറിച്ച് അറിയില്ലെന്നും പരിശോധിക്കാമെന്നും ചെയർമാൻ. നഗരസഭകളിലെ അംഗൻവാടി വർക്കർ, ഹെൽപ്പർ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനുള്ള സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സ്ഥിരം സമിതി അധ്യക്ഷ മാസിദ സത്താറിനെ ഉൾപ്പെടുത്തണമെന്ന അജണ്ട ചർച്ചയ്ക്കെടുത്തപ്പോഴാണ് തർക്കം നടന്നത്. കമ്മിറ്റിയിലെ 5 പേരിൽ 3 പേർ സാമൂഹിക പ്രവർത്തകരായ വനിതകളാകണമെന്നും നിലവിൽ ശുപാർശ ചെയ്ത കമ്മിറ്റിയിൽ വനിതാ പ്രാതിനിധ്യം കുറവാണെന്നും കാണിച്ച് 2024 ജനുവരി 22-ന് നിലവിലെ ലിസ്റ്റ് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ റദ്ദാക്കിയതാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. ജില്ലാ ഓഫീസർ റദ്ദാക്കിയ കമ്മിറ്റിയിലേക്ക് വീണ്ടും ആളെ എടുക്കുന്നത് അംഗീകരിക്കാനാവില്ല. പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കണമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. അതിന്റെ കൂടെയുള്ള ആളുകളെ എടുക്കുന്നത് കൗൺസിലായിട്ടാണ് തീരുമാനിക്കേണ്ട ആളുകളെ കൗൺസിൽ തീരുമാനിക്കട്ടെ. അല്ല, ഇതിൽ ഒരാളുള്ളൂ എടുക്കേണ്ടത്, ബാക്കി ആൾറെഡി ഇല്ല. അങ്ങനെയല്ല. ഇതിൽ 5 പേരില് 3 സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അത് കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. സാമൂഹ്യ പ്രവർത്തകർ ആൾറെഡി നമുക്ക് അല്ല, കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. ആളുകളെ കൗൺസിൽ തീരുമാനിച്ചില്ല. കൗൺസിൽ തീരുമാനിച്ച സെലക്ഷൻ കമ്മിറ്റി നമ്മുടെ ഉണ്ട്. അല്ല, നമ്മളല്ല, ആ കൗൺസിൽ തീരുമാനിച്ച് കൊടുത്ത കമ്മിറ്റി ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതിന് പരാതി കൊടുത്താണ് ഞാൻ. എന്റെ അടുത്ത് എന്നാൽ കൗൺസിൽ അംഗീകരിച്ച അംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് നിലവിലുള്ളതെന്നാണ് ICDS സൂപ്പർവൈസർ അറിയിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. നിലവിലെ കൗൺസിൽ അധികാരത്തിലെത്തിയിട്ട് സെലക്ഷൻ കമ്മിറ്റിയെ നിയമിച്ചതായി ഓർമ്മയില്ല. രേഖകൾ പരിശോധിച്ച് കൗൺസിൽ അംഗീകരിച്ച അംഗങ്ങളാണ് കമ്മിറ്റിയിലുള്ളതെങ്കിൽ അതുമായി മുന്നോട്ടു പോകും. ഇന്നത്തെ അജണ്ടയിൽ മാസിദ സത്താറിനെ കമ്മിറ്റി അംഗമാക്കുക എന്നതാണെന്നും ബഷീർ പറഞ്ഞു. വിഷയത്തിൽ TR സെബാസ്റ്റ്യൻ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. പുതിയ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ SCERT പുതിയ അറബിക് പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കി. പെരിന്തൽമണ്ണയിൽ നടന്ന ചടങ്ങിൽ ഡിജിറ്റൽ പുസ്തകത്തിന്റെ പതിപ്പ് പ്രകാശനം ചെയ്തു. بعد حين علمته أمه كيف يطير فهوى قرب سعيد مجسق كسير وسعيد في حنان حمل الطير الصغير قال SCERT പുറത്തിറക്കിയ 1, 3, 5, 7 ക്ലാസുകളിലെ അറബിക് പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കിയത്. സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ വിദഗ്ധരുമായ ഒരു കൂട്ടം അറബിക് അധ്യാപകരാണ് ഡിജിറ്റൽ പുസ്തകം രൂപപ്പെടുത്തിയത്. സ്വയം സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ ഡിജിറ്റൽ സാങ്കേതികവിദ്യയിൽ വിദഗ്ധരായ ഒരു കൂട്ടം അറബിക് അധ്യാപകരാണ് ഡിജിറ്റൽ പുസ്തകം രൂപപ്പെടുത്തിയത്. പെരിന്തൽമണ്ണ മെട്രോ റീജൻസി ഹാളിൽ നടന്ന ചടങ്ങിൽ SCERT അറബിക് റിസർച്ച് ഓഫീസർ ഡോക്ടർ A. സഫീറുദ്ദീൻ ഡിജിറ്റൽ ടെസ്റ്റിന്റെ പ്രകാശനം നിർവഹിച്ചു. സാങ്കേതിക രംഗത്തെല്ലാം അങ്ങേയറ്റം വളർച്ച പ്രാപിച്ച ഒരു ഭാഷ, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന അറബി ഭാഷ, കേരളത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ട ഭാഷ, ഇത്രത്തോളം വളർന്ന വികസിച്ച ഒരു ഭാഷ കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ അറബി ഭാഷ തന്നെയായിരിക്കും. മാറിയ അറബിക് പാഠപുസ്തകങ്ങൾ സാങ്കേതിക വിദ്യയുമായി യോജിപ്പിച്ചുകൊണ്ട് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ഇവിടെ പുറത്തിറങ്ങാൻ പോവുകയാണ്. ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നിർവഹിക്കാൻ പറ്റുന്ന പാകത്തിൽ തയ്യാറാക്കപ്പെട്ട ടെക്സ്റ്റ്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ പരിശ്രമമാണ് എന്നതാണ്. ഈ ഡിജിറ്റൽ ടെക്സ്റ്റിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നിർമ്മിത ബുദ്ധിയുടെ എല്ലാ സാധ്യതകളും
പരിപൂർണമായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് എൻ്റെ പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രൂപപ്പെടുത്തിയ വീഡിയോകൾ, അതുപോലെ തന്നെ ശബ്ദങ്ങൾ, അറബി ഭാഷയുടെ യഥാർത്ഥ ഉച്ചാരണ ശൈലിയിലുള്ള പ്രയോഗങ്ങൾ, അതുപോലെ തന്നെ അനിമേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സൗഹൃദപരമായി, ഏറ്റവും രസകരമായി, ആസ്വാദ്യകരമായി കുട്ടികൾക്ക് ഭാഷ സ്വയം പഠിക്കാനും സ്വയം ചെയ്തു നോക്കാനും പറ്റുന്ന ഏറ്റവും നല്ല ഒരു സാങ്കേതിക വിദ്യയുടെ ഉൽപ്പന്നമായിട്ടാണ് ഇന്ന് ഈ ടെക്സ്റ്റ് നമ്മുടെ മുമ്പിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. പ്രൊഫസർ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല അറബിക് വിഭാഗം തലവൻ പ്രൊഫസർ അബ്ദുൽ മജീദ് ഡിജിറ്റൽ ടെക്സ്റ്റിന് നേതൃത്വം നൽകിയ അധ്യാപകർക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു. ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി അഡ്വൈസർ സയ്യിദ് അസ്ലം, ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി വിദഗ്ധ സമിതി അംഗം പ്രൊഫസർ പി അബ്ദു, ഫൈസൽ പി, സുമയ്യ കെ, ഫൈസൽ മൂഴിക്കൽ, ഡോക്ടർ ഷെരീഫ് നിസാമി, നസീർ ചിക്കോന്ന്, മൂസ അഞ്ചച്ച വീട്ടി എന്നിവർ സംസാരിച്ചു. സാങ്കേതിക വിദഗ്ധരും അധ്യാപകരുമായ സഫീർ മുഹസിൻ വഴിക്കടവ്, നസീർ ചിക്കോന്ന്, അനീസ് കരുവാരക്കുണ്ട്, അബ്ദുൽ ഗഫൂർ ആറ്റൂർ, മുഹമ്മദ് റഫീഖ് എമ്മൻ, മുഹമ്മദ് ഇക്ബാൽ അരിയൂർ, മൻസൂർ അമ്പലപ്പാറ, അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ, ശിഹാബ് കാളിക്കാവ് എന്നിവരാണ് ഡിജിറ്റൽ പാഠപുസ്തക നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രവാസി ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഗതം 2024 പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി CP സാദിഖ് മുഖ്യ പ്രഭാഷണം നടത്തി. പുതുതായി തിരഞ്ഞെടുത്ത പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ KK യൂസഫ്, ഷാഫി പുമ്പ്ര, EK സുലൈമാൻ എന്നിവരെ പി എ തങ്ങൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഉംറ നിർവഹിക്കാൻ പോകുന്ന വാർഡ് മെമ്പറും മുസ്ലിം ലീഗ് നേതാവുമായ EP ബഷീറിന് യോഗം യാത്രയയപ്പ് നൽകി. N സാജിറ, ഷീബ പാട്ടത്തൊടി, അബ്ദുറഹ്മാൻ, അനസ് പുമ്പ്ര, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി P മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മലപ്പുറത്തിന്റെ കരുത്തിൽ ദേശീയ സാമുറായി ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കൾ. ബാംഗ്ലൂരിൽ നടന്ന 4ാമത് ദേശീയ സാമുറായി ചാമ്പ്യൻഷിപ്പിലാണ് കേരളം ജേതാക്കളായത്. കേരള ടീം ഏഷ്യൻ സാമുറായി ഗെയിംസിൽ പങ്കെടുക്കാൻ യോഗ്യതയും നേടി. ദേശീയ സാമുറായി ചാമ്പ്യൻഷിപ്പിൽ 18 മെഡലുകൾ നേടിയാണ് കേരളം ജേതാക്കളായത്. ഓൾ ഇന്ത്യ സാമുറായി ഫെഡറേഷനാണ് ബാംഗ്ലൂരിൽ ദേശീയ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 100-ലധികം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. മലപ്പുറത്തിൻ്റെ കരുത്തിലാണ് കേരളം ദേശീയ ചാമ്പ്യനായത്. ഏലംകുളം പുലാമന്തോൾ സ്വദേശികളായ താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കേരള സാമുറായി അസോസിയേഷൻ ടെക്നിക്കൽ ഡയറക്ടർ MP സുബ്രഹ്മണ്യനാണ് കേരള ടീമിനെ പരിശീലിപ്പിച്ചത്. മിൻഷ ഫാത്തിമ, ഫാത്തിമ ഷിഫ്ന, മുഹമ്മദ് ഷാമിൽ എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. മിൻഹാജ്, അഭിനവ്, അദ്വൈത്, ആര്യൻ, ഫാത്തിമ സന, ഫാത്തിമ അൻഷ, ഫാത്തിമ ഷിഫ്ന എന്നിവരും വ്യക്തിഗത വിഭാഗത്തിലും ഗ്രൂപ്പ് വിഭാഗത്തിലും മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച് മെഡലുകൾ കരസ്ഥമാക്കി. 16 മെഡലുകളുമായി കർണാടക 2ാം സ്ഥാനവും 12 മെഡലുകളുമായി മധ്യപ്രദേശ് 3ാം സ്ഥാനവും നേടി. ദേശീയ ചാമ്പ്യനായ കേരള ടീം സെപ്റ്റംബറിൽ ജബൽപൂരിൽ നടക്കുന്ന ഏഷ്യൻ സാമുറായി ഗെയിംസിൽ പങ്കെടുക്കും. പൂക്കോട്ടുകാവ് 13ാം വാർഡ് പട്ടിശ്ശേരി കല്ലുവഴി ഖാദി റോഡിൽ നിന്നും പരിസരത്തെ വീടുകളിലെ കിണറുകളിലേക്ക് മലിനജലം ഒഴുകുന്നതിന് പരിഹാരം കണ്ട നാട്ടുകാർ. ഹമ്പ് നിർമ്മിച്ചാണ് നാട്ടുകാർ ഈ പ്രശ്നം പരിഹരിച്ചത്. റോഡിലെ പതി ഒഴിവാക്കിയ കാരണമാണ് മലിനജലം വീടുകളിലേക്ക് ഒഴുകിയിരുന്നത്. ഇത് സംബന്ധിച്ച് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ അനുമതിയോടെ നാട്ടുകാർ ഇവിടെ ഹമ്പ് നിർമ്മിച്ചു. ഇറക്കവും വളവുമുള്ള അപകട മേഖലയായതുകൂടി കണക്കിലെടുത്താണ് ഹമ്പ് നിർമ്മിച്ചത്. ഡോക്ടർ ജയകുമാർ KS, ബാലകൃഷ്ണൻ കല്ലുവഴി, രാധാകൃഷ്ണൻ കാട്ടുകുളം, രാമചന്ദ്രൻ കാരക്കിൽ, ബാലകൃഷ്ണൻ പട്ടിശ്ശേരി, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ പൂക്കോട്ട് പഞ്ചായത്തിലെ 13ാം വാർഡിൽ ഒരു റോഡിൻ്റെ വിഷയം, റോഡിൽ വെള്ളം കുത്തി ഒഴുകിയിട്ട് റോഡ് കേടുവരുന്നൊരു വിഷയം, അതുപോലെ തന്നെ ആ റോഡിലെ ഹമ്പ് നഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഒരു വീട്ടിലേക്ക് മൊത്തം വെള്ളം ഇറങ്ങിപ്പോവുകയും അതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രദേശവാസികളുടെ വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ വെള്ളം ഒഴുകി വരുന്നൊരവസ്ഥ, അതുപോലെ തന്നെ അപകട സാധ്യത. നേരിട്ട് ഈ ഒരു റോഡ് ഇറങ്ങി വരുമ്പോൾ വലിയൊരു അപകട സാധ്യതയാണ് ഇവിടെ. അപ്പോൾ അതിന് ഹമ്പ് നിർമ്മിക്കണം എന്നൊരു ജനകീയമായ ആവശ്യമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതിയിൽ പഞ്ചായത്തിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ഒരു ജനകീയമായിട്ട് ഒരു ഹമ്പ് നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടായിട്ടിരിക്കുകയാണ്. വാണിജ്യ വാർത്തകൾ. വിലക്കുറവിൻ്റെയും ഓഫറിൻ്റെയും മഹാത്ഭുതം സമ്മാനിച്ചുകൊണ്ട്
റിലയൻസ് സ്മാർട്ട് ബസാർ ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വള്ളുവനാട് ആശുപത്രിക്ക് എതിർവശം VM ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിലക്കുറവിൻ്റെയും ഓഫറുകളുടെയും അവസാന വാക്കായ റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ പുതിയ സ്റ്റോറാണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വള്ളുവനാട് ആശുപത്രിക്ക് എതിർവശം VM ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി സ്ഥാപനം നാടിന് സമർപ്പിച്ചു. നഗരസഭയിലെ കല്യാപുരത്ത് 29-ാം വാർഡ് എൻ്റെ തന്നെ വാർഡിൽ ഇവിടെ സ്മാർട്ട് ബസാർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയോടുകൂടിയും കൂട്ടത്തിൽ ഒരു വലിയ ഒരു സ്ഥാപനത്തിന് ഇതൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒട്ടേറെ നമ്മുടെ അഭ്യസ്തരായ കുട്ടികൾക്ക് തൊഴിൽ കൂടി കിട്ടുന്നു. പ്രദേശത്തുള്ള ആളുകൾക്ക് വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പല സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ബസാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു. മാർക്കറ്റിംഗ് സ്റ്റേറ്റ് ഹെഡ് ശ്രീജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ വിനീത്, മാർക്കറ്റിംഗ് മാനേജർ ടി സോമൻ, മർച്ചൻഡൈസർ പോൾസൺ, സ്റ്റോർ മാനേജർ അരുൾ, ബിൽഡിംഗ് ഓണർ ബാവ, മറ്റ് സ്റ്റാഫുകൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. എല്ലാ ദിവസവും എല്ലാ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നൽകിക്കൊണ്ടാണ് റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ പ്രവർത്തനം. ഒരു കുടുംബത്തിന് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് സ്മാർട്ട് ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും MRPയിൽ നിന്നും കുറഞ്ഞത് 5% ഡിസ്കൗണ്ടിലാണ് സ്മാർട്ട് ബസാർ നൽകുന്നത്. ിലധികം ഇനം ഫാം ഫ്രഷ് എക്സോട്ടിക് പഴങ്ങൾ, പച്ചക്കറികൾ, 1000-ൽ പരം ഇനം സ്നാക്കിംഗ് ഓപ്ഷനുകൾ, 600-ൽ പരം പാലുൽപ്പന്നങ്ങൾ, 70-ലധികം തരം ചീസ്, 40-ലധികം ഇനം അരി, ഗോതമ്പ്, പയർ വർഗ്ഗങ്ങൾ, 100-ലധികം ദേശീയ അന്തർദേശീയ സ്കിൻ ഹെയർ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ, 600-ലധികം ഓപ്ഷനുകളുള്ള ദേശീയ അന്തർദേശീയ ബാഗ് ഐറ്റംസുകൾ, പ്രമുഖ ഹോം വെയർ ബ്രാൻഡുകളിൽ നിന്നുള്ള 750-ലധികം ഉൽപ്പന്നങ്ങൾ, ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളാണ് മികച്ച ഓഫറുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. രണ്ടായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളിൽ സ്മാർട്ട് ബസാറിൽ ലഭ്യമാണ്.
സ്ത്രീകളുടെ ഇന്നർ വെയർ ഡ്രസ്സുകൾക്ക് മാത്രമായി പ്രത്യേക സ്റ്റോറും സ്മാർട്ട് ബസാറിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് സ്മാർട്ട് ബസാറിൻ്റെ പ്രവർത്തനം. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് കൊണ്ടുപോയി. 2 ദിവസങ്ങളിലായി പുഴയിലൂടെ ഒഴുകിയെത്തിയത് 48 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും. പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കി. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് കൈവരികൾ നശിച്ചു. പട്ടാമ്പിപ്പാലം ഉടൻ തുറക്കില്ല. പാലത്തിൽ സുരക്ഷാ പരിശോധന ആവശ്യമെന്ന് മുഹമ്മദ് മോസിൻ MLA. പാലത്തിനപ്പുറം റോഡും തകർന്ന അവസ്ഥയിൽ. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സുരക്ഷാ സംഘത്തെ നിയോഗിക്കാൻ മണ്ണാർക്കാട് നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിക്കും. എല്ലാ വിഭാഗങ്ങളോടും തയ്യാറായിരിക്കാൻ നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റപ്പാലം താലൂക്ക് പരിധിയിൽ പെയ്തത് അതിതീവ്ര മഴ. 9 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. കുന്തിപ്പുഴ ഗതിമാറി ഒഴുകി. വെളിനഴി, തൂത, കാറൽമണ്ണ പ്രദേശങ്ങളിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. UDF സ്ഥാനാർത്ഥി നൌഷാദ് ബാബു 75 വോട്ടിന് വിജയിച്ചു. പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടി UDF. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.